സോ ഹലോ ഗൈസ്, നമ്മുടെ വ്ളോഗോണം ഇവിടെ തുടങ്ങിയാണ്. നമ്മുടെ ഔട്ട്ഫിറ്റ് കണ്ട ഈ മുണ്ടെന്താണ് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് നമ്മുടെ മുണ്ടും ഷർട്ടും എല്ലാം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗോപിയുടെ റൂമിലായിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങി നമ്മുടെ ക്രിയേറ്റേഴ്സ്, പല ക്രിയേറ്റേഴ്സും ഇവിടെ ഉണ്ട്. യെസ്, നമ്മുടെ ഗോപി ഇവിടെ നിൽപ്പുണ്ട്. മൊത്തം തിരക്കിലാന്ന് തോന്നുന്നു ആശാൻ. നമുക്ക് എന്തായാലും വീടിൻ്റെ താഴോട്ട് പോവാം. ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആര് പോണേ? ആ ഹായ് ഹായ്, ബിഗ് ഫാൻ ബ്രോ. പ്രജനേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. പാവു വീട്ടിൽ അത്തപ്പൂക്കളം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ എല്ലാവരും ഇവിടെ താഴെയും ഇതേ അമ്മൂമ്മ ഇരിക്കുന്നു, ഇതേ നമ്മുടെ ആറ്റങ്ക ഇരിക്കുന്നു, ഡിസൈൻസ് ഇരിക്കുന്നു, ഇതേ നമ്മുടെ ചേച്ചി ചേച്ചി ഇരിക്കുന്നു, ചേച്ചി. അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ഡൗൺ ടു എർത്ത് എവിടെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ നെഫേട്ടനെ കാണാം, നമുക്ക് പ്രജനെ കാണാം, പ്രാന്തം പോയി. എല്ലാവരും ഇവിടെയൊക്കെ തന്നെ തങ്ങിക്കൂടി ഇരിക്കുകയാണ്. ഇതേ പോണ് നമ്മുടെ 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 വൈഷ്ണവി ചേച്ചി പോകുന്നു. അപ്പോൾ ഇതേ പിന്നെ നമ്മുടെ ഗോപി നടന്നു വരുന്നു. ഇവിടെ നമുക്ക് ഭയങ്കര പ്രോഗ്രാമാണ്. ഇന്ന് കളർ പരിപാടി നടത്താൻ പോവാണ്. ആസ്ഥാനത്തിനായിരിക്കുന്ന വളർന്നു വരുന്ന ക്രിയേറ്റേഴ്സും വലിയ വലിയ ക്രിയേറ്റേഴ്സും ഇടത്തരം ക്രിയേറ്റേഴ്സും സ്വാഗതം, നന്ദി, എല്ലാം ഒരുമിച്ച്. ഈ വർഷത്തെ ആഘോഷിച്ചാണ്. എന്നാൽ ഈ വീട്ടിലെ ആദ്യത്തെയും നമ്മൾ ഇതുപോലെ കമ്മ്യൂണിറ്റിയായിട്ട് എല്ലാവരും കൂടിയുള്ള ആദ്യത്തെ ഓണപരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഓണപരിപാടി കിട്ടിയിരിക്കുന്ന പേര് എല്ലാവർക്കും അറിയാമെന്ന് ഉദ്ദേശിക്കുന്നു. ഈ ഓണപരിപാടിയുടെ പേര് വ്ളോഗോണം. 90% ആൾക്കാരും വ്ളോഗേഴ്സാണ്. വ്ളോഗ് എടുക്കുന്ന ആൾക്കാർ, ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചിരിക്കുന്ന ആൾക്കാർ, ക്യാമറയിലൂടെയും ഫോണിലൂടെയും മാത്രം കണ്ടിരിക്കുന്ന ആൾക്കാർ, എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കുഞ്ഞു ഓണാഘോഷം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മുടെ ക്ലോസ് സർക്കിളുള്ള ആൾക്കാരെല്ലാം ഇവിടെ വിളിച്ചിട്ട് ഈ വീഡിയോ വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. സോ നല്ല അത്തപ്പൂ രാവിലെ ഇട്ടു. അതിന് സഹായിച്ച എല്ലാ ടീം മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ജസ്റ്റ് ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു 4-5 ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണം. ഉച്ചയ്ക്ക് സദ്യ കാണും. സദ്യ കഴിഞ്ഞിട്ട് പ്രഷർ ഹണ്ട് എന്നുള്ള പരിപാടിയുണ്ട്. എല്ലാവരും ഇവിടെ എത്ര പേരുണ്ടോ അത്ര ആൾക്കാർ പങ്കെടുക്കേണ്ട പരിപാടിയാണ്. അതനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയിൽ കൂടെ ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളൂ. നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. ഒരു സൈഡിൽ നിന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക, എല്ലാവരും സംസാരിക്കുക, പരിചയപ്പെടാം. ഞാൻ ആസിഫ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇനി ഫേസ്ബുക്കിലും ടിക്ടോക്കിലും വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. തിരുവനന്തപുരം ബാലരാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം. ഈ ഓണം കേരളത്തിന്റെ ഒരു തനിതായ ആഘോഷമാണ്. മാവേലിയുടെ ബർത്ത്ഡേ അല്ല, മാവേലിയുടെ അപ്പൊ നമുക്ക് മാവേലി അതെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ചെറുപ്പസകനെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആക്ച്വലി എന്റെ പേര് വിഷ്ണു സുരേഷനാണ്. ഞാനൊരു 3D ഓട്ടോമോട്ടീവ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ്, പിന്നെ ആനിമേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 3D ആനിമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് എന്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പേര് പറയുന്നത് സെർവർ ഡിസൈൻസ് എന്നാണ്. പരിപാടി ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരിടത്ത് ഇങ്ങനെ പുറത്തിറങ്ങി പരിപാടി പങ്കെടുക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വലിയൊരു സംഭവം. അതെ, ഞാനൊരു സംഭവം തന്നെ. ഞാനൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ പിന്നെ സത്യം അടുത്തതായി എന്റെ സഹപാഠിയും വളർന്നു വരുന്നൊരു ബ്ലോഗറുമായ ജീവൻ അവരുടെ. എന്റെ പേര് ജീവൻ. ഇൻസ്റ്റയിലും യൂട്യൂബിലും ചെറുതായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗോപിയാണ് എന്നെ വീഡിയോ ഇടിപ്പിച്ചത്. എന്റെ കൂട്ടുകാരനാണ് ഗോപി. എല്ലാമാണ് ഗോപി. ഗോപി പറഞ്ഞാണ് ഞാൻ ആദ്യമേ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ തുടങ്ങിയത്. പിന്നെ അത് ഭയങ്കര റീച്ചായി. ഇപ്പൊ കുശുമുണ്ടെന്ന് തോന്നുന്നു. ഓണത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം, മാവേലി, തിരുവാതിര ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ടാണ്
ഇത്രയും ക്രിയേറ്റേഴ്സിന്റെ കൂടെ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എല്ലാവരിൽ നിന്നും കിട്ടിയത്. അപ്പോ ഇത് നല്ലൊരു ഓണമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നിലും ഫേമസ് അല്ല. ആ ഞാൻ ഇത്ര ഫോളോവേഴ്സ് വീഡിയോ രാവിലെ എന്തോ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ട് അതിന്റെ ബാക്കി പാർട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആൾക്കാര്. വീഡിയോ എടുക്കാനായി നമ്മുടെ ലോക്കേറ്റൊക്കെ ഏട്ടൻ നിപ്പുണ്ട്. നമ്മുടെ നെഫേട്ടൻ. നമ്മളതില്ലാത്തതുകൊണ്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് വരാന്തയിൽ. ഗൈസ് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നടക്കണേ. ചാട്. 3 3 2 ഒന്ന് ചാടറ. ആഹാ, ആകാശത്ത് വന്ന് വീണെന്ന് തോന്നുന്നു. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. എന്തേ കാണിക്കണേ? അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ നില ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മളോട് മാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇനി അടുത്ത പരിപാടികൾ നോക്കാണ്ട് പോവാണ്. 1:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. അതിനുവേണ്ടിയുള്ള നിപ്പാണ് ഞാൻ കണ്ടത്. അത് കൊള്ളാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഇച്ചിരി പാടുമാണ്. സോ അതനുസരിച്ച് കളിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വരിക. ബിസ്ക്കറ്റ് അടി മത്സരത്തിന് എല്ലാവരും വരിക. ഇനി നമുക്ക് ഇവിടെ ഒരു ഗെയിം കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോണേ. അതിന് മുമ്പായിട്ടുള്ള ഗെയിമിന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ബിസ്ക്കറ്റ് അടിയാണ്. അതിനൊക്കെ നമ്മൾ ഭയങ്കര മിടുക്കന്മാരായതുകൊണ്ട് നമ്മൾ പോവുകയാണ്. ആദ്യം കളിച്ച 2 മത്സരത്തിനും തോറ്റ്. ഇതെങ്കിലാണ് നമ്മുടെ പ്രതീക്ഷ. വാ. Go! കൈ പറിക്കട്ടെ. നമ്മൾ രാവിലെ ഒരു സുന്ദരിയെ സെറ്റാക്കിയായിരുന്നു. ആ സുന്ദരിയെ കണ്ട് നമ്മുടെ പ്രജനേട്ടൻ നിന്ന് ഞെട്ടു. അമ്മാതിരി ഒരു സുന്ദരിയാണ് നമ്മളിന്ന് സെറ്റാക്കിയേക്കുന്നത്. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ പ്രജനേട്ടന്റെ കണ്ണ് കെട്ടാൻ പോവാണ്. പ്രജനേട്ടൻ ഞെട്ടു. അത്രയ്ക്കൊരു സുന്ദരിയാണ് നമ്മൾ ഇവിടെ സെറ്റാക്കിയേക്കുന്നത്. നിങ്ങളും ഞെട്ടു. സൂപ്പർ സുന്ദരിയാണ്. അതെ, നമ്മൾ സുന്ദരി തന്റെ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ സത്യസന്ധനായ കള്ള. ഞങ്ങൾക്കറിയാം സുന്ദരിയാണോ എന്താണെന്നൊക്കെ നമുക്കിപ്പോ അറിയാം. ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കാണുന്ന സുന്ദരിയാട്ടോ. ഇതെത്ര ഇല്ലടാ, ഞാൻ കണ്ണടച്ചിട്ട് നിക്കുന്നേ. വെയിലത്തിറക്കല്ലേ സ്റ്റാൻ അടിക്കുമെന്ന്. അത് സുന്ദരനാ. ഇങ്ങ വാ. ബാബാ നേരെ നടന്നു. ഇല്ല. സുന്ദരിയെ തൊട്ട് കറക്റ്റ്. ഇനി തൊട്ടാ മാത്രം മതി. തോട് ഈശ്വരാ. സിന്ദൂരല്ലല്ലോ പറ്റിച്ച്. പ്രജനേട്ടാ താഴെ. ഞാൻ പറയുന്നത് കേക്ക്. താഴെ ഇവിടെ മണ്ട. താഴെ സിന്ദൂര. അങ്ങനെ അതിവാശിയേറിയ ബിസ്ക്കറ്റ് അടി മത്സരത്തിന് ശേഷം നമ്മൾ ഇത് അടുത്ത മത്സരത്തിലേക്ക് കടക്കുകയാണ് ഗൈസ്. എന്താണ് മത്സരത്തിന്റെ പേര്? ബലൂണ് വീർപ്പിക്കുക. ചെറിയ പരിപാടിയാണ്. അതിന് നമുക്ക് ഫസ്റ്റ് വാ. This is an interesting game. I think this is very very complicated and extroverted and everything is into എന്റെ പൊന്നോയ ഭയങ്കര പാടുപെട്ടൊരു ഗെയിമാണിത്. This is an interesting game.
നമുക്കിത് എളുപ്പം തന്നെ വിജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ ആരാണ് എത്തുന്നത്, ഐ മീൻ ഏറ്റവും ഫസ്റ്റ് ആദ്യം ലാസ്റ്റിലോട്ട് അങ്ങനെ വിജയകരമായി നമ്മൾ ആ മത്സരം ജയിച്ചിരിക്കുകയാണ് guys. ഈ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. മിക്കുള്ളവരുടെ തിരക്കാട്ടത് ഈ കാണുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചാടി വീണിട്ടുണ്ട്. എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ് നോക്കൂ, വ്ളോഗ് ഓണം, നമ്മുടെ ഓണം നമ്മുടെ എല്ലാരും ഇരിപ്പുണ്ട്. എന്താണ് മുക്കിനും മൂലയ്ക്കും എല്ലാം വ്ളോഗേഴ്സ്. നമ്മൾ ചെറുക്കൻ്റെ ആൾക്കാരാണ്, നമ്മളതുകൊണ്ട് ആദ്യമേ നമുക്ക് കഴിക്കണം. നമ്മൾ സെക്കൻഡ് വീട്ടിൽ ഒരുപാട് അധ്വാനിച്ചായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കാൻ. കിട്ടിയില്ല. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നാരായണനുണ്ട്. പവർ ആദ്യത്തെ നമ്മളെ ശർക്കര വരട്ടിയല്ലേ ഭ്രാന്തൻ ബ്രോ, നമുക്ക് ശർക്കര വരട്ടി. ഓ ഞാനെന്ത് മഹാന, എനിക്കെന്ത് ഇതാണല്ലേ ബ്രോ, ഒരു ക്രിയേറ്റർ എനിക്ക് ഫുഡ് വിളമ്പി തരുന്നു. അല്ല കാര്യമായിട്ട് പറഞ്ഞതാ. വിളമ്പിക്കോ ഉപ്പേരിയൊക്കെ വിളമ്പുന്നു മഹത് വ്യക്തി. പോട്ടെ ഇതെന്താ ചേച്ചി, ഇതിന്റെ പേരെന്താ? തോരൻ. അച്ചടിയാ? അച്ചടിയെന്ന്. അങ്ങനെ നമ്മുടെ കിച്ചടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ പിന്നെ ഞാൻ എന്ത് മഹാനാണല്ലേ, ഒരു മഹാൻ. കിച്ചടി വന്നു, തോരൻ വന്നു, രണ്ടു കൂട്ടി പപ്പടമാ. നമ്മുടെ പ്രജനേട്ടനാണ് നമുക്ക് അച്ചാറ് വിളമ്പിട്ട് പോയത്. പുള്ളിയുടെ ഒരു ശുഷ്കാന്തി കണ്ടില്ലയോ? ചോറ്. താങ്ക്സ് ചേട്ടാ. കേട്ടോ വേണ്ട വേണ്ടോ എടാ, തന്നോടല്ലേ പറഞ്ഞ വേണ്ടെന്ന്. ഇയാളെ കൊണ്ട് ഫുഡ് എങ്ങനെയുണ്ട്? കംപ്ലീറ്റ്ലി എല്ലാ കറികളും ഒന്നിനൊന്നിന് എനിക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ്. ഓ യാ അങ്ങനെ നമ്മുടെ 10 കൂട്ടം കറികളും കൂട്ടിയുള്ള സദ്യ കഴിപ്പ് കഴിഞ്ഞ് ഒരു കിടിലം അടപ്രഥമ പായസവും കുടിച്ച് മോര് എല്ലാം വെച്ച് നമ്മൾ സദ്യ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അടുത്ത കുറച്ചേരം വിശ്രമിക്കുകയാണ്. ഗോപിയുടെ ഇവിടുത്തെ ഉള്ളൊരു കസേരയിൽ. ഇത് കസേരയാണോ ഊഞ്ഞാലാണോ? അങ്ങനെ എന്തെങ്കിലും പറയാം. ഓണാക്കില്ല, നമുക്ക് ഊഞ്ഞാലിരിക്കാം. അപ്പോൾ എങ്ങനെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തോ ട്രഷർ ഹൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അതിനിടയ്ക്ക് ഒരു സംഭവം പറ്റി. ഇത്രയും നേരം ഇവിടെ കിടിലം ക്ലൈമറ്റ് ആയിരുന്നു. ഉടനെ തന്നെ ഒരു ഒടുക്കലത്തെ മഴ പെയ്തു. നമ്മുടെ അത്തപ്പൂക്കളും വെള്ളത്തിലായി, കൂടെ നമ്മുടെ എല്ലാവരുടെ ഷൂവും ചെരുപ്പും എല്ലാം വെള്ളത്തിലായി. ഒരുമാതിരി കാലാവസ്ഥയാട്ടെ ഇവിടുത്തെ. കാരണം കുറച്ച് മുന്നേ വരെ വെയിൽ, പെട്ടെന്ന് തന്നെ അടുത്ത മഴ. ടിപ്പിക്കൽ കേരളം. അപ്പോൾ ട്രഷർ ഹണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.